ക്യാമ്പുകളിൽ താൽക്കാലികമായി പുനരധിവാസം സാധ്യമാകുന്നുണ്ട്. നാഷണൽ ലീഗൊക്കെ ഏർപ്പെടുത്തിയ ഫ്ളാറ്റുകളിലേക്ക് അതിൻ്റെ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി KR അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഈ പുനരധിവാസം ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക്കാണ് യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾക്ക് മുമ്പിൽ. കേന്ദ്രത്തിൻ്റെ സഹായം അനിവാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം ഇതുവരെ ഒരു കുറവുമില്ലാതെയാണ് സംസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി ഉള്ള മാറ്റങ്ങൾ, അതായത് ഈ ഇപ്പോഴത്തെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് നിരവധി പേരെ, അല്ലേ? അതെ അജിംഷാദ്, ഈ പുനരധിവാസം എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് ഈ മഹാദുരന്തത്തിന് ശേഷം എത്തിപ്പെടേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകൾ ആണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത്. സ്കൂളുകൾ തുറക്കേണ്ടതുണ്ട്, കുട്ടികളുടെ പഠനം പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതുണ്ട്. ആ കുട്ടികളെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിനായി തന്നെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക പുനരധിവാസം എന്നത് വളരെ വേഗത്തിൽ കൃത്യത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി പൂർത്തിയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി K. രാജേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ താൽക്കാലിക പുനരധിവാസം വേണ്ട മുഴുവൻ ആളുകളെയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ മറ്റിടങ്ങളിലേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ അതിന് ചില സാങ്കേതിക ഘടകങ്ങളും കൂടിയുണ്ട്. ഇവരെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലം സംബന്ധിച്ചുള്ള ചില സാങ്കേതിക പരിശോധനകൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമാണ് അവർ പൂർണ്ണ സുരക്ഷിതത്തോടുകൂടി അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത വിധത്തിൽ അവരെ ഈ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനാവുക. ഏതായാലും ഇതൊരു താൽക്കാലികമായ നടപടി മാത്രമാണ്. പിന്നീട് സ്ഥിരം പുനരധിവാസം എന്ന് പറയുന്ന വലിയ ദൗത്യം തന്നെ സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ ഈ തിയോഫിൻ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചുമതലപ്പെടുത്തിയ സംഘം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ആ മേഖലയിൽ തന്നെ ഇനി അവിടെയുള്ള ആളുകൾക്ക് തുടർ ജീവിതം സാധ്യമാണോ, അല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച് അവർക്ക് സുരക്ഷയുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ സംഘം ഇവിടേക്ക് എത്തിയത്. അന്ന് ദുരന്തബാധിത മേഖലകൾ ആ സംഘം സന്ദർശിക്കുകയാണ്. ഏതായാലും അതിനുശേഷം ഈ മാസം 22-ന് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഈ സ്ഥിരം പുനരധിവാസം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ കടക്കുക. ഏതായാലും അത് ഞാൻ സൂചിപ്പിച്ചത് ആ വിധത്തിൽ സ്ഥിരം പുനരധിവാസം എന്ന രീതിയിൽ കൂടി ഇതിന് സമാന്തരമായിട്ടുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഷണൽ ലീഗ് വാടകയ്ക്കെടുത്ത് ഈ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ താൽക്കാലിക പുനരധിവാസ പദ്ധതിയിൽ ഒപ്പം നിന്ന് അവർ പ്രവർത്തിക്കുകയാണ്. നാഷണൽ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലയിടങ്ങളിൽ ഈ വിധത്തിലുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളെടുത്ത് അവർ ഈ വിധത്തിൽ ഈ ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി. ഏതായാലും അതിൻ്റെ ഒരു ഉദ്ഘാടനം ഉൾപ്പെടെ ഈ മേഖലയിൽ ഇവിടെ ഇപ്പോൾ നടക്കും. ഇത് മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് നാഷണൽ ലീഗ് വാടകയ്ക്കെടുത്ത് ഈ ദുരന്തബാധിതരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് വിട്ടു നൽകുന്നത്. ഏതായാലും ഒരു വർഷത്തോളം ഈ സംവിധാനം ഉണ്ടാകും. ഇതിനിടയ്ക്ക് സ്ഥിരം ഇപ്പോൾ അനൂപ് നിൽക്കുന്ന ഫ്ളാറ്റിലേക്ക് എത്ര പേരെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും താൽക്കാലികമായി മാറ്റുന്നത്? എത്ര പേരെയാണ്? ആദ്യഘട്ടത്തിൽ മേപ്പാടി സ്കൂളിൽ നിന്നുള്ള 8 കുടുംബങ്ങളെയാണ് ഇങ്ങോട്ട് മാറ്റുന്നത്. ഇപ്പോൾ നാഷണൽ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ നാഷണൽ ലീഗ് ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ മേപ്പാടിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ എത്തുന്നവരാണ് ഇപ്പോൾ ഈ 8 കുടുംബങ്ങൾ. അങ്ങനെയെങ്കിൽ താൽക്കാലിക പുനരധിവാസം ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നടപ്പായി തുടങ്ങിയെന്നാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ മേപ്പാടി പഞ്ചായത്തിലെ കുന്നംപറ്റയിലാണ് നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കപ്പെടുന്നത്. ഈ ഫ്ളാറ്റിൽ 8 കുടുംബങ്ങളാണ് താമസിക്കാൻ പോകുന്നത്. ഇന്ന് 11 മണിക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. പാലവയൽ, അതേപോലെ തന്നെ ചുങ്കത്ര, പാലവയൽ 6 കുടുംബങ്ങളെയും ചുങ്കത്ര 20 കുടുംബങ്ങളെയുമാണ് താമസിപ്പിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ ഫ്ളാറ്റ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ സാധന സാമഗ്രികളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ഫ്ളാറ്റുകളുടെ വിവരങ്ങൾ, ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ, എല്ലാ സംഗതികളും ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട്
ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ട് ഈ നമ്മൾ ഇപ്പോൾ ഫ്ലാറ്റ് ഉടമകളുമായിട്ടുണ്ടാക്കിയ കരാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ കോപ്പികളും എല്ലാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ടാണ് നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജിംഷാദ്, ഈ വിധത്തിലാണ് നാഷണൽ ലീഗ് അതിന്റെ പ്രവർത്തനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളോട് കൂട്ടിയോജിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ വയനാട്ടിൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഈ ദുരന്ത ബാധിതർ ഇത്തരത്തിലുള്ള താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക്, താൽക്കാലിക താമസ സ്ഥലങ്ങളിലേക്ക് മാറുകയാണ്. ഏതായാലും വലിയ സങ്കടത്തിന്റെയും വേദനയുടെയും എല്ലാം ഒരു ഘട്ടം പിന്നിട്ട് അവരുടെ താൽക്കാലിക പുനരധിവാസം എന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് നാം അതിവേഗം പ്രവേശിക്കുകയാണ്. ഇനി സ്ഥിരം പുനരധിവാസം എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതിലേക്കും ഇതിനകം പ്രവേശിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതായാലും സ്ഥിരം പുനരധിവാസ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നേരത്തെ നിശ്ചയിച്ച സംസ്ഥാന സർക്കാർ നിയോഗിച്ച ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധനകൾ നടത്തുകയാണ്. ഈ 22-ന് അവർ റിപ്പോർട്ട് സമർപ്പിക്കും. ഏതായാലും തീർച്ചയായും ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി, അതായത് വിദഗ്ധ സമിതിയുടെ സന്ദർശനം അവിടെ നടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സംഗീത ഉപകരണങ്ങളോടെ
അകമ്പടികളില്ലാതെ ഒരു ഗാനത്തിൻ്റെ സ്വരങ്ങൾ ശബ്ദവിജികൾ കൊണ്ടും താളം കൈകൾ കൊട്ടിയും മറ്റും ഒരു ഗാനം അതിൻ്റെ പൂർണ്ണതയിൽ ആക്കുവാൻ സംഗീത ഉപകരണങ്ങളില്ലാതെ ചിട്ടപ്പെടുത്തി മനോഹരമായ ഒരു ഹാർമണി സൃഷ്ടിച്ചുകൊണ്ട് ആലപിക്കുന്ന രീതിയാണ് അക്കപ്പല്ല. ഈ രീതിയിൽ ഇറ്റാലിയിലാണ് ആദ്യമായി ഒരു ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചത്. കോട്ടയം ജില്ലാ പോലീസിൽ ജോലി ചെയ്യുന്ന സംഗീത സംവിധായകനും ഗായകനുമായ സബ് ഇൻസ്പെക്ടർ ജോയ് PA വരികൾ എഴുതി സംഗീതം നൽകി കോട്ടയം ജില്ലാ പോലീസിലെ സേനാംഗങ്ങൾ ആലപിച്ച് മനോഹരമായ സംഗീതത്തിലെ ഒരു വ്യത്യസ്തമായ ഈ രീതി നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നു. വെയിലിലും മഴയിലും എല്ലാ പ്രതിസന്ധികളിലും പരിഭവമോ പരാതികളോ ഇല്ലാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി കാവൽ നിൽക്കുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കും ഇത് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ജോലി ചെയ്യുന്ന കേരള പോലീസിലെ എല്ലാ സേനാംഗങ്ങൾക്കുമായി ഈ സംഗീത ശില്പം സമർപ്പിക്കുന്നു. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. പദനി 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 സവാരി സനിസാ നിസാ നിസാ. പരിഭവമൊന്നും ഇല്ലാതെ ഞങ്ങൾ നീരിന്റെ നിറവിൽ നിൽക്കൂ. പരിസരമൊന്നും നോക്കാതെ ഞങ്ങൾ കാവലായി കരുതലായി നിൽക്കൂ. വേദനകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ മൃദുഭാവേ ദൃഢകൃത്യേ മൃദുഭാവേ ദൃഢകൃത്യേ. നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ നിയമത്തിൻ കാവലിനായി ജീവിപ്പൂ. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. പുലരി മുതൽ തെരുവരികിൽ പൊരിവെയിലിൽ കരുതൽ നിൽക്കും ഞങ്ങളെന്നും നിങ്ങളോടൊത്ത് ഒരു മനമായി ഒരു സ്വരമായി ഒരു ലയമായി പുതുനിനവായി ചേർന്നു ചേർന്നു പാടിടുന്നു ഈ ഗീതം ഗീതം ഗീതം. സ്നേഹഗീതം ഗീതം ഗീതം. Na na na
City Gold, Gold and Diamonds, Kerala and Karnataka. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka. The glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറപാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. കണ്ടില്ലേ, ഭാഗ്യത്തിനാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും